ഇന്നിവിടെ നടക്കുന്നത് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എറണാകുളം ചാപ്റ്റർ നടത്തുന്ന 2025 എൻവയറമെൻ്റൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പറ്റീഷൻസും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു സംഘടനയാണ്. എല്ലാ സ്റ്റേറ്റിലും അതിന് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ആസ്ഥാനം കൽക്കട്ടയാണ്. കാരണം ശാസ്ത്രത്തിൻ്റെ അഭിരുചി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ശാസ്ത്രത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക, സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഒരു യജ്ഞമാണ് യഥാർത്ഥത്തിൽ BSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ BSSൻ്റെ ഇന്ത്യയിലുടനീളമുള്ള BSSൻ്റെ കേരള ചാപ്റ്ററിൻ്റെ ഘടകമാണ് ഞങ്ങൾ ഉൾപ്പെടുന്ന എറണാകുളം ചാപ്റ്റർ. അപ്പോൾ എറണാകുളം ചാപ്റ്ററിൻ്റെ ഇതിൽ ഒരു നേതൃത്വത്തിലാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഇതുവരെ ട്രിവാൻഡ്രം ചെയ്ത് കഴിഞ്ഞു, കോഴിക്കോട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇവിടെ കുട്ടികളിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്ന അവർക്ക് എക്സ്പെരിമെൻസുമായിട്ട്, അതായത് പരീക്ഷണത്തിലൂടെ ശാസ്ത്രം അറിയുക, പരീക്ഷണത്തിലൂടെ ഒരു എന്താ പറയുന്നത് ഒരു നമ്മുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടാവുക. കാരണം ഇതാണ് ശാസ്ത്രം, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ ശാസ്ത്രത്തിൻ്റെ രൂപത്തിലേക്ക് നിങ്ങൾ എത്തണം. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് BSS എറണാകുളം ചാപ്റ്റർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നതാണ്. വീട്ടിൽ വെച്ച് എങ്ങനെ സിമ്പിളായിട്ട് ടെലിസ്കോപ്പ് ഉണ്ടാക്കാമെന്നാണ് ഇവിടെ ഞങ്ങൾ കാണിക്കണേ. ഇത് PVC പൈപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഒരു ഐപീസും വെച്ചിട്ട് വീട്ടിൽ സിമ്പിളായിട്ട് ടെലിസ്കോപ്പ് നമുക്ക് പിള്ളേർക്ക് തന്നെ ഉണ്ടാക്കാം. ഇത് വെച്ച് അധികം ദൂരെ കാണാൻ പറ്റില്ല, എന്നാലും നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റൊക്കെ ഇൻവേർട്ടഡ് ഇമേജ് ആയിട്ട് കാണാൻ പറ്റും. ഹലോ, ഞാൻ ആദിത്യ. ഞാൻ മുഹമ്മദ് സിയാൻ JR. ദിൽരൂപ് കൃഷ്ണ PR. അപ്പോൾ ഇതെന്ന് വെച്ച സംഭവം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ അധികം വെള്ളം വേസ്റ്റായി പോകുന്നുണ്ട് ഓരോ ദിവസവും ടൺ കണക്കിന്. അപ്പോൾ ആ വെള്ളത്തിനൊക്കെ ഒരു പൈപ്പ് ലൈൻ വഴി കണക്ട് ചെയ്തിട്ട് ഈ ഒരു ടാങ്കിലേക്ക് കൊണ്ടുവന്ന്, ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഫസ്റ്റ് ടാങ്കിൽ അത് ഒഴിക്കുന്നത്. ഫസ്റ്റ് ടാങ്കിൽ നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു ഗ്യാസ് സെൻസർ. ഈ ഗ്യാസ് സെൻസർ ഉപയോഗിക്കുന്നത് അതിനകത്ത് വല്ല പോയിസണസ് ഗ്യാസസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ ഒരു ഡ്രെയിനേജിലേക്ക് ഇത് ചെയ്യും. ആ ഒരു ഡ്രെയിനേജിലേക്ക് കൊടുക്കും. ഇല്ല ഇപ്പോൾ ഒന്നും സെൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നേരെ സെക്കൻഡ് ടാങ്കിലേക്ക് വരും. ഈ സെക്കൻഡ് ടാങ്കിൽ നിന്ന് ഫിൽട്ടറായിട്ട്, അതായത് ചാർക്കോൾ, സ്പോഞ്ച്, മെറ്റൽ, പൊട്ടാഷ്യം വാലം ഇതൊക്കെ ഇതൊക്കെ ബയോ ആൻഡ് കെമിക്കൽ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് തേർഡ് ടാങ്കിലേക്ക് വരും. ഈ തേർഡ് ടാങ്കിലാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള കമ്പോണൻസ് ഒക്കെ ഉള്ളത്. അതായത് സെൻസേഴ്സ്, ടർബിഡിറ്റി, വേറൊരു ഗ്യാസ് സെൻസർ. അതായത് ഇപ്പോൾ ഈ ഒരു ഗ്യാസ് സെൻസർ എന്തെങ്കിലും ഒരു ഗ്യാസിന് ഡിറ്റക്റ്റ് ചെയ്യാൻ ഫെയിലായി കഴിഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് വന്നിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യും. ഇപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു pH സെൻസർ, ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന പച്ചവെള്ളം ആയതുകൊണ്ട് ഇതാണ് pH സെൻസർ. ഇപ്പോൾ പച്ചവെള്ളം ആയതുകൊണ്ട് അത് pH വാല്യൂ 7 ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ടർബിഡിറ്റി, അതായത് ക്ലീൻ ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലീൻ ആണെങ്കിൽ ആ വെള്ളം ഇതിനകത്തേക്ക് പോകും. പിന്നെ അതിൻ്റെ pH വാല്യൊക്കെ നോക്കിയിട്ട് സെക്കൻഡ് ടാങ്കിലേക്ക് പോകും. ഇപ്പോൾ pH എല്ലാം ഒരു നോർമലിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ നമ്മൾ ഫ്ലഷ് ടാങ്കിലേക്ക് വിടും. ഈ ഫ്ലഷ് ടാങ്ക് നമ്മൾ ടോയ്ലറ്റ് ഫ്ലഷിനൊക്കെ ഉപയോഗിക്കും. പിന്നെ ഈ അഗ്രികൾച്ചറൽ ടാങ്കിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സെൻസർ, അതായത് വാട്ടർ ലെവലാണ്. ഇതിനകത്ത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് വെച്ചാൽ 3100 ആണ്. ഇപ്പോൾ ആ ഒരു വാല്യൂ എക്സീഡ് ആയി കഴിഞ്ഞാൽ ഈ മോട്ടർ 5 ഓണായിട്ട് അഗ്രികൾച്ചറൽ ടാങ്കിലേക്ക് പോകും. ഇത് സോഡിയം മെറ്റലാണ്. സോഡിയം ഒരു സോഫ്റ്റ് മെറ്റലാണ്. അപ്പോൾ നമ്മൾ സോഡിയം മെറ്റലിനെ ഡീസലിൽ
ഡീസലിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഈ സോഡിയം മെറ്റൽ വാട്ടറിലിടുമ്പോൾ റിയാക്ഷൻ നടന്നിട്ട് ഫയർ ഉണ്ടാവും. സാധാരണ ഒരു സംഭവം വാട്ടറിലിടുമ്പോൾ റിയാക്ഷൻ നടക്കില്ല, ഫയർ ഉണ്ടാവില്ലല്ലോ. അപ്പം ഇത് വാട്ടറിലിട്ട ഒരു ഫയർ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ടാവും. അതാണ് ഈ എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നത്. Hi, my name is Parvati PS and I am coming from Physics Department of the St. Teresa's College. ഇത് ഞങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ഐ ഹാവ് പ്രൊവൈഡ് ചെയ്ത ഒരു റോബോട്ടിക്സ് കോഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു പ്രാക്ടിക്കൽ പ്രോജക്റ്റ് എന്നുള്ള രീതിയിലുള്ളൊരു ഇതാണ്. റോബോട്ടിക്സിൻ്റെ കുറച്ച് മേഖലയിലുള്ള കുറച്ച് സെൻസേഴ്സ് യൂസ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. വാട്ടർ ലെവൽ സെൻസർ വെച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക് ഡാം ഓപ്പൺ എന്ന രീതിയിൽ ചെയ്തതാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു LCD ഡിസ്പ്ലേ ഉണ്ട്, ഒരു വാട്ടർ ലെവൽ സെൻസർ ഉണ്ട്, ഒരു സെർവോ മോട്ടർ ഉണ്ട് 90 ഡിഗ്രീസിൻ്റെ. ഇതിപ്പോൾ നോർമൽ കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് നോ റെയിൻ ഡിറ്റക്റ്റഡ് ആൻഡ് ദർ ഇസ് എ യെല്ലോ ലൈറ്റ് ബ്ലിങ്കിങ്. ആൻഡ് ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇടുവാണ്. നമുക്കൊരു അലേർട്ടും തരും, ഒരു ബസറും അടിക്കും. സംഭവം വെള്ളത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ആവുന്നു. സോ ബി ഓൺ അലേർട്ട്. ഇതിൽ കുറച്ചുകൂടെ വെള്ളം കൂട്ടി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ സെർവോ മോട്ടർ ജസ്റ്റ് ഒന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഒരു ഓട്ടോമാറ്റിക് ഡാം ഓപ്പണർ എന്നുള്ള രീതിയിൽ ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഇതൊരു സെൻസർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ മോളിലൊക്കെ പോകുമ്പം നമ്മുടെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുമല്ലോ. അപ്പം ഇത് അൾട്രാസോണിക് സെൻസറാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. സോ ഒബ്ജക്റ്റ് നമ്മളൊരു ഡിസ്റ്റൻസ് വരുമ്പോഴത്തേനും അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഡോറ് തുറക്കും. അപ്പം ഒരു ഡിസ്റ്റൻസിൽ വരുമ്പോഴത്തേനും ഇത് മോട്ടോർ, അപ്പം ഡോറ് തുറക്കുകയും ഡോർ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ്. എൻ്റെ പേര് ദീക്ഷിത. സോ ഞാൻ സെൻറ്റ് റീസസ് എന്നാണ് വരുന്നത്. സോ ഞങ്ങൾക്കൊരു ആഡ് ഓൺ കോഴ്സ് ഉണ്ടായിരുന്നു റോബോട്ടിക്സ്. അപ്പോൾ അതിൽ ചെയ്ത ഞങ്ങളൊരു പ്രൊജക്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതൊരു ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് കാറാണ്. ഇത് ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഡിറ്റക്ട് ചെയ്താൽ ഇത് അവോയ്ഡ് ചെയ്യും. അതാണ് ഇത്. ഇതിപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഡിറ്റക്ട് ചെയ്തിട്ട് ഇത് പോകും. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിന് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്തൊരു വേറെ ഡയറക്ഷനിലോട്ട് പോകും. ഇതൊരു സോളാർ പാനലാണ്. അപ്പോൾ സോളാർ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രി സ്ഥലങ്ങൾ അങ്ങനെ സ്ഥലത്ത് നിങ്ങൾ സോളാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മോൾ മോഡലാണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോളാർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോളാർ എനർജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇക്കോ ഫ്രണ്ട്ലി ആണ് അല്ലേ. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ കറണ്ട് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ അത്യാവശ്യം നല്ല പൈസ പൊട്ടും. പക്ഷേ ഇതാണ് നമുക്ക് കുറച്ചുകൂടി പോക്കറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്. പക്ഷേ ഈ സെറ്റപ്പ് ഇത്തിരി എക്സ്പെൻസീവ് ആണേ ഉള്ളൂ. പക്ഷേ എന്നാലും ഈ സോളാർ പാനൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സ്മോൾ മോഡലാണ്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ വീട്ടിലൊക്കെ ആണെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമ്മളിത് സെറ്റപ്പ് ചെയ്ത് വെക്കും. അങ്ങനെ വെക്കുമ്പം സൺലൈറ്റ് ഇതിലേക്ക് ടച്ച് ചെയ്യുമ്പം ഇത് അബ്സോർബ് ആയി വന്നിട്ട് ഇവിടെ സ്റ്റോർ ആവും. ഈ സ്റ്റോർ ചെയ്തിരിക്കുന്നത് സോളാർ എനർജി. അപ്പോൾ ഇത് കണ്ടു, ഇതിപ്പോൾ ചാർജ് ആയി എന്നുള്ളതാണ് ഈ ലൈറ്റ് കത്തിയിരിക്കുന്നത്. ചാർജ് ആയി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചാർജ് ആയി കഴിയുമ്പോൾ എന്തായി, സോളാർ എനർജിയാണ് നിലവിൽ ഇതിൽ ചാർജ് ആയത്. അതിനെ പിന്നീട് ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ബാറ്ററികൾ നമ്മൾ ചാർജ് ചെയ്ത് വെക്കും. ഈ ബാറ്ററി വൺസ് ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അത് വീട്ടിൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ യൂസസിനാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഈ സെറ്റപ്പ് ഇത്തിരി എക്സ്പെൻസീവ് ആണെന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സോളാർ എനർജീനെ പൊതുവെ യൂസ് ചെയ്യാറ്. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് സോളാർ വെക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ വീടുകളിൽ എങ്ങനെ എനർജി കൺസേർവ് ചെയ്യാം എന്നതിൻ്റെ ഒരു മോഡലാണ് ഇത്. നമ്മൾ പണ്ട് കാലത്ത് കണ്ടുകൊണ്ട് നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബൾബാണ് ഇൻകാൻഡസെന്റ് ബൾബ്. ഇപ്പോൾ ഒരു 60 വാട്ട് കറണ്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അതുപയോഗിച്ച് നമുക്ക് ഒരു ഇൻകാൻഡസെന്റ് ബൾബ് മാത്രമേ കത്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതേ യൂണിറ്റ് കറണ്ട് വെച്ചിട്ട് നമുക്ക് 4 CFL ബൾബ് വരെ കത്തിക്കാം. പക്ഷേ ഇതിന് രണ്ടിനും ഉണ്ടാവുന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് രണ്ടും ഓവറായിട്ട് ഹീറ്റ് എമിറ്റ് ചെയ്യും. നമുക്കറിയാം ഇൻകാൻഡസെന്റ് ബൾബ് ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നത്. അത് ചൂടാകുമ്പോൾ പൊട്ടിപ്പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് LED ബൾബ്. ഈ സെയിം എമൗണ്ട് 60 വാട്ട് കറണ്ട് യൂസ് ചെയ്ത് തന്നെ നമുക്ക് 12ഓളം LED ബൾബ്സ് കത്തിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബൾബ് ഒരു റൂമിൽ മാത്രം ഇടാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത്രയും കറണ്ട് വെച്ച് തന്നെ ഇത്രയും ബൾബ് ഒരു വീട് ഇത്രയും ബൾബ് വരെ നമുക്ക് കത്തിക്കാം. സോ മോർ എനർജി നമ്മൾ കൺസേർവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ഈ ടങ്സിൻ്റെ അത്രയും ഹീറ്റ് എമിറ്റ് ചെയ്യുന്നുമില്ല. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ കമ്പാരിറ്റീവ്ലി എമിറ്റും ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ഒരു ടൈമിൽ കിട്ടുന്ന ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒക്കെ എമൗണ്ടും നമുക്ക് LED ബൾബ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും. സോ
നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് LED ബൾബ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. സോ കൂടുതൽ എനർജി കൺസേർവ് ചെയ്യാനും പറ്റും, വേസ്റ്റും കുറവായിരിക്കും. കാരണം ഒരു LED ബൾബ് കേടായാൽ പോലും അതിൻ്റെ എലമെൻറ്റ് മാത്രം മാറ്റിയാൽ മതി. നമുക്ക് വീട്ടിൽ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് LED എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് 12 ബൾബ് കത്തിക്കാൻ പിന്നെ അത്രയും ഇലക്ട്രിസിറ്റി ബില്ലടക്കം കുറയ്ക്കാം. നമുക്ക് വീട്ടിലും ജസ്റ്റ് സോൾട്ടർ ചെയ്യാനുള്ള മെത്തേഡ് മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിത് സോൾട്ടർ ചെയ്താൽ നമുക്ക് വീട്ടിൽ പോലും ഒരു LED ബൾബ് ഉണ്ടാക്കാം. ഇപ്പോൾ കേടാവാണെങ്കിൽ ഇതിൻ്റെ ഈ എലമെൻറ്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി. സോ നമുക്ക് എന്തുകൊണ്ടും എനർജി എക്സ്പെൻസീവും കുറയും. നമ്മൾ ഇനീഷ്യലി കൊടുക്കേണ്ട ആ ഒരു പൈസ മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെൻസ് വളരെ കുറവായിരിക്കും LED ബൾബ് യൂസ് ചെയ്യും. സോ ഞങ്ങൾ ഇത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ സ്പേസ് സയൻസ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഓൾറെഡി ഞങ്ങളുടെ സിലബസിലൊക്കെ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ 3 ടൈപ്പ് നമ്മുടെ ടെലസ്കോപ്പാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 3 ടൈപ്പ് ടെലസ്കോപ്പ് ഉണ്ട്. ഒന്ന് റിഫ്ലക്റ്റീവ്, റിഫ്രാക്റ്റീവ്, കോമ്പൗണ്ട്. അപ്പോൾ ഇതും പിന്നെ അവിടെ ഇരിക്കണ ഒന്നും അത് റിഫ്ലക്റ്റീവാണ്, ഇത് കോമ്പൗണ്ടാണ്, ഇത് ചെറുതാണ്. അപ്പോൾ റിഫ്ലക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മിറർ ഉണ്ടാവും അവിടെ. നമ്മളിപ്പോൾ മുകളിലേക്ക് ഒബ്സർവേഷൻ വെച്ചതിന് ശേഷം അതിൽ മിറർ ഉണ്ടാവും. സോ നമുക്ക് ലൈറ്റ് വന്നിട്ട് ആ മിററിലേക്ക് റിഫ്ലക്റ്റ് ആവും. ആ മിററിലേക്ക് തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചെറിയ ഒരു ടിൽറ്റിംഗ് മിറർ വയ്ക്കും, ഒരു ചരിഞ്ഞിരിക്കുന്ന മിറർ. ആ ചരിഞ്ഞിരിക്കുന്ന മിററിൽ തട്ടിയിട്ട് അത് നമുക്ക് അവിടെ നമ്മൾ നോക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കിട്ടും. അങ്ങനെയാണ് റിഫ്ലക്ഷനിൽ നമുക്ക് ഒബ്സർവേഷൻ കിട്ടുന്നത്. റിഫ്രാക്ഷൻ ആകുമ്പോൾ മിററല്ല, ലെൻസാണ്. ലെൻസ് എന്ന് പറയുമ്പോൾ ഈ ഭൂതക്കണ്ണാടിയുടെ അതേ ഒരു മെക്കാനിസമാണ് റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്പിലുള്ളത്. അപ്പോൾ അത് ലൈറ്റ് വരുമ്പോൾ അത് ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ കടത്തിവിടും, ലെൻസിന് ആ ലൈറ്റ് കടത്തിവിടും. അങ്ങനെ കടത്തിവിട്ടിട്ട് ഒരു പോയിന്റിൽ അങ്ങനെ പല ലൈറ്റ് ഉണ്ടാവില്ല, പല ലൈറ്റ് കിരണങ്ങളുണ്ടാവും. അത് തമ്മിൽ ഒരു പോയിന്റിൽ ഒന്നാവും. ആ ഒന്നായി വന്ന പോയിന്റ് നമുക്ക് അവിടെ കിട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് റിഫ്രാക്ഷൻ. കോമ്പൗണ്ട് ആകുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷനാണ് കോമ്പൗണ്ട് ടെലിസ്കോപ്പ്. അപ്പോൾ കാഴ്ചകളും കണ്ടുപിടുത്തങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ സുഹൃത്തുക്കളെയാണ്. അത് കൂടാതെ സെൻറ്റ് ട്രീസാസ് കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളൂടെ ഉണ്ട്. നമ്മൾ അവരുടെ മറ്റ് കുറേ കണ്ടുപിടുത്തങ്ങൾ കണ്ടു. നമുക്ക് ഇവരോടുകൂടെ ചോദിക്കാം അല്ലേ എന്താന്ന്. പേരെങ്ങനെയാണ്? സാറ. സാറ് സംസാരിച്ചു. ഇത് ഇൻഫിനിറ്റി വെല്ല എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ മെയിൻലി ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ താഴ്ച ഉള്ള പോലെ ഫീൽ ചെയ്യും. പക്ഷേ ജസ്റ്റ് ചെറിയൊരു കട്ടിയുള്ളൂ, 2 feet ഉണ്ടെങ്കിൽ അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ താഴെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, അത് സെമി പോളിഷ്, നമ്മൾ നോർമലി കാണുന്ന മിറർ. ഇവിടെ സീത്രൂ മിററാണ് പൊക്കത്ത് വെച്ചേക്കണേ. സോ അതിൻ്റെ ഇടയിൽ ലൈറ്റ് വെച്ച് കഴിയുമ്പോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ റിഫ്ലക്ഷൻ ഇങ്ങനെ കുറേ റിഫ്ലക്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇൻഫിനിറ്റ് ഇമേജ് ഉള്ള പോലെ തോന്നും. അതാണ് ഉള്ളിലേക്ക് കുറേ ഉള്ള പോലെ തോന്നുന്നത്. ഇതിൻ്റെ ഇടയിൽ ആംഗിൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇൻഫിനിറ്റ് നമ്പർ. ഇപ്പം എന്തെങ്കിലും ആംഗിൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഇമേജ് നമുക്ക് കിട്ടും. അതിപ്പോൾ കടയിലൊക്കെ ട്രയൽ റൂംസിലൊക്കെ നമുക്ക് കുറേ ഇമേജ് കിട്ടില്ലേ, ആ റൂമിൽ. അപ്പോൾ അതിൻ്റെ അവിടെ മിററിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്, അതുകൊണ്ട് ഇത്ര നമ്പർ ഓഫ് ഇമേജസ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഇടയിൽ ഒരു ആംഗിൾ ഇല്ല, ഓപ്പോസിറ്റ് വെച്ചേക്കണോണ്ട് ഇൻഫിനിറ്റ് നമ്പർ കുറേ ഉള്ള പോലെ തോന്നും. പേര്? ദുർഗയും സെൻറ്റ് ട്രീസാസ് കോളേജിൽ നിന്നാണ് അല്ലേ? ഓക്കെ. എന്താണ് റെപ്രസെൻ്റ്? ഇത് പ്രഷറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സിംഗിൾ നീഡിൽ നമ്മൾ ബലൂൺ വെക്കുകയാണെങ്കിൽ നമ്മൾ അധികം ഫോഴ്സ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് പോപ്പ് ചെയ്യും. പക്ഷെ അതേസമയം നമ്മളൊരു എന്താ പറയുക, ഒരുപാട് നെയിൽസ് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഇത്രയും പ്രഷർ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടില്ല. കാരണം നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ പ്രഷർ ആ നീഡിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പം നമ്മൾ അത് ഒരുവിധം കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ട് നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പം നമുക്കിതിൽ ഇരിക്കാനും പറ്റും. നമ്മുടെ ഫോഴ്സ് കൊടുത്താലും ആ ഒരു പ്രഷർ കാരണം അത് സ്പ്രെഡ് ചെയ്യും ഈ നീഡിലേക്ക്. ഇല്ല, പറ്റില്ല. നമുക്കിതിൽ ഇരിക്കുകയും ചെയ്യാം. ഇതിനെ പറയുന്നത് തന്നെ നെയിൽ ചെയർന്ന് നമുക്കിതിനെ പറയാൻ പറ്റും. ഇത് റിയോസ്കോപ്പിക് ഫ്ലൂയിഡ് ആണ്. ഇത് നമ്മൾ സ്പേസിൽ പോണ പ്ലാനറ്റ്സും ആസ്ട്രോയിഡ്സും സ്റ്റാർസ് അതിൻ്റെ ഒരു മോഷൻ എങ്ങനെയാണ് ഇവിടെ വാട്ടർ കറണ്ട് ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്കി നോക്കാം നിങ്ങൾ. അപ്പോൾ ഇവിടെ കാണുന്നത് വെള്ളവും ഇതും മിക്സ് ആവാൻ കിടക്കുന്നുണ്ട്. അത് ഈ റിയോസ്കോപ്പിക് ഫ്ലൂയിഡ് കാണാനാണ്. ഇതിപ്പോൾ ഉണ്ടാക്കിക്കുന്ന മൈക്കയും സ്റ്റൂറിക് ആസിഡ് എന്ന ആസിഡാണ് പ്ലാന്റ്സിലും ആനിമൽസിലും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ റിയോസ്കോപ്പിക് ഫ്ലൂയിഡ് അറ്റ് പ്രസൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് കറക്കുമ്പോൾ ഇവിടെ സൺ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാം, പ്ലാനറ്റ്സ്, അതിൻ്റെ മോഷൻ. ഇപ്പോൾ നമ്മൾ സണ്ണൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് കത്തിന് കാണാം, പക്ഷേ അതിൻ്റെ മോഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഷേക്ക് ചെയ്ത് നോക്കാം.
കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സ് ആവാതെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മൾ വെള്ളത്തിൽ ഷാമ്പു ഇട്ടാലും ഇത് റിയോസ്കോപ്പിക് ഫ്ലൂയിഡിൻ്റെ ഫോമിലായിരിക്കും. അത് മിക്സ് ആവില്ല. അത് നമ്മൾ കൈയിട്ട് പതിപ്പിക്കുമ്പോഴാണ് അത് മിക്സ് ആവുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനൊരു എക്സാമ്പിളാണ് വെച്ചിരിക്കുന്നത്. സാധാരണ ഫ്ലൂയിഡ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. ഇതൊരു ഷിയർ തിക്കനിങ് ആയിട്ടുള്ള നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് പല ടൈപ്പ് ഉണ്ട്. ഷിയർ തിന്നിങ്, റിയോപെക്റ്റിക്, തിക്സോട്രോപ്പിക്, പിന്നെ പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഉണ്ട്. ഇതിപ്പോൾ ഷിയർ തിക്കനിങ് ആയിട്ടുള്ള നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഫോഴ്സ് കൊടുത്താൽ ഒരു സോളിഡ് പോലെ ഇരിക്കും. എൻ്റെ കൈ താഴേക്ക് പോകുന്നില്ല. സാധാരണ ഒരു വെള്ളമാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോകും, ഇത് പോകുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതിനെ ഒന്ന് എടുത്ത് വെച്ചു, കണ്ടോ, ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, എത്തുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബൈസിക്കിൾ വീൽ ഗൈറോസ്കോപ്പാണ് നമ്മളിതിൽ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ തിരിക്കും. അപ്പോൾ ഇവളിത് റൊട്ടേറ്റ് ചെയ്യണം. നല്ല സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ അവളത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. നല്ല സ്പീഡിലാവും അല്ലേ? ഇതിപ്പോൾ സ്പീഡ് കുറവായതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സ്പീഡിൽ കറക്കും. അത്രയും സ്പീഡിൽ കറങ്ങി കഴിഞ്ഞാൽ ഇയാളും റൊട്ടേറ്റ്. ഇപ്പോൾ ഈ ടയർ ഇങ്ങോട്ടേക്കാണ് തിരിക്കുന്നത്, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിക്കും. ഇപ്പോൾ ഈ ടയർ ഇങ്ങോട്ടേക്കാണ് തിരിയുന്നെങ്കിൽ ഇങ്ങനെ കറങ്ങും. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. പറഞ്ഞാൽ ആംഗുലർ മൊമെൻ്റം ആണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ആംഗുലർ മൊമെൻ്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതായത് ഇത് ഡയറക്ഷനോട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇത് ഇവളാദ്യം വെർട്ടിക്കലായിട്ട് പിടിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് അതിരിക്കുന്നത്. അപ്പോൾ അത് ചരിച്ചു പിടിക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറും. അതുപോലെ തന്നെ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റവും മാറും. പക്ഷേ ആ ചേഞ്ച് ഇത് റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങോട്ടേക്ക് ചരിക്കുമ്പോൾ ഇവൾ ടേൺ ആവുന്നത്. ആ ചേഞ്ച് അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അത് ആ ചേഞ്ച് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവൾ ടേൺ ചെയ്യുന്നത്. ഇത് ഓയിസ്റ്റേഴ്സ് ആണ്. പണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഓയിസ്റ്റേഴ്സൊക്കെ മരിച്ചു കഴിഞ്ഞ് അവരുടെ റിമെയിൻസ് ഈ കടലിലും ഭൂമിയിലും കൂടെ സഞ്ചരിച്ച് അതിലുള്ള മണ്ണ്, മിനറൽസ്, ചെളി അതൊക്കെ കൂടി ഇങ്ങനെ അതിൻ്റെ ഒപ്പം അടിഞ്ഞ് ചേർന്ന് റോക്കായിട്ട് ഫോം ചെയ്ത ഓയിസ്റ്റർ ഫോസിൽസ് ആണ് ഇതൊക്കെ. ഇത് ഈ സ്ക്വിഡ് പോലത്തെ ഈ ഒരു ജീവിയുടെ ഈ അറ്റത്തുള്ള ഈ ഒരു ഫോസിലാണ് ഇതും. നമസ്കാരം, എൻ്റെ പേര് ശ്രിക നമ്പ്യാർ. ഞാൻ സെൻറ്റ് ട്രീസസ് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ഇവിടെ ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. ബേസിക്കലി നമ്മളുടെ പ്രഷർ വെലോസിറ്റീൻ്റെ ഒരു ഡിപ്പെൻഡൻസിയിൽ വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇന്നത്തെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലൊക്കെ പറയുമ്പോൾ നമ്മുടെ എയർപ്ലെയിൻ ലിഫ്റ്റ് ആവുന്നത്, പിന്നെ ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന തെർമോകോൾ ഹെയർ ഡ്രയർ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെയാണ്.